നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജീവിതത്തിലെ ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശനിയുടെ മഹാദശ ആരംഭിക്കുന്ന സൂചനകളായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും പ്രവർത്തികളും തന്നെയാണ് ഒടുവിൽ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. 9 ഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തനും സ്വാധീനശാലിയുമായ ഗ്രഹമായിട്ട് നമ്മൾ ശനിയെ കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിന്ദു വിശ്വാസ പ്രകാരം ഉണ്ടല്ലോ, ശനിദേവൻ കർമ്മത്തിന്റെയും നീതിയുടെയും അധിപനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഓരോരുത്തരുടെയും പ്രവർത്തികൾക്കനുസരിച്ച് ജീവിതത്തിലുണ്ടല്ലോ വിവിധ അനുഭവങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ദൈവിക ശക്തിയുടെ ഭഗവാനാണ് നമ്മുടെ ശനി. ജീവിതത്തിൽ നാം ചെയ്യുന്ന നല്ലതും മോശവുമായ എല്ലാ കർമ്മങ്ങളുടെയും ഫലമായിട്ട് ശനി മഹാദശ കാലഘട്ടത്തിൽ വ്യക്തമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏകദേശം 19 വർഷം നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ് ശനിയുടെ മഹാദശ. ഈ സമയത്തുണ്ടല്ലോ ചിലർക്ക് സാമ്പത്തിക നഷ്ടങ്ങള്, ജോലി മേഖലയിലെ തടസ്സങ്ങള്, ബിസിനസ് പരാജയങ്ങള്, അതുപോലെ തന്നെ നിയമസംബന്ധമായ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എന്നിവയൊക്കെ അനുഭവിക്കേണ്ടി വരും. അതോടൊപ്പം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, ഏകാന്തത, ഒറ്റപ്പെടല്, കുടുംബ കലഹങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ശനി മഹാദശ മുഴുവനായിട്ടും ദുഃഖവും പ്രതിസന്ധികളും നിറഞ്ഞ കാലഘട്ടമാവണമെന്നുമില്ല. ഇത് ആത്മപരിശോധനയ്ക്കും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വഴിയൊരുക്കുന്ന ഒരു പ്രധാന ഘട്ടവുമായിട്ട് നിങ്ങൾക്ക് മാറാം. കഠിനാധ്വാനവും സത്യസന്ധതയും പാലിച്ചിട്ട് ആത്മസമയത്തോടെ ജീവിക്കുന്നവർക്കുണ്ടല്ലോ ശനിയുടെ മഹാദശ കാലഘട്ടം നേട്ടങ്ങൾ നേടാനുള്ള ഒരു അവസരമായിട്ട് മാറും. അതുപോലെ തന്നെ പരീക്ഷണങ്ങളിലൂടെ ഒരാളെ കൂടുതൽ കരുത്തുറ്റവനും അനുഭവസമ്പന്നനുമായിട്ട് രൂപപ്പെടുത്തുന്നതാണ് നമ്മുടെ ശനിയുടെ സ്വഭാവം എന്നാണ് വിശ്വാസം. ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ നേരിടുന്നുവെങ്കിൽ ശനിയുടെ പ്രതികൂല സ്വാധീനം കുറയ്ക്കുന്നതിനായിട്ട് നിങ്ങൾ ചില ആത്മീയ പരിഹാരങ്ങൾ സ്വീകരിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഇതിന്റെ കാഠിന്യം കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശനിയാഴ്ചകളിൽ കടുകെണ്ണയിൽ ദീപം തെളിക്കുന്നത് ശുഭകരമാണ്. അതുപോലെ തന്നെ കറുത്ത എള്ള്, ഉഴുന്ന്, കറുത്ത വസ്ത്രങ്ങൾ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് ശനിയുടെ അനുഗ്രഹം നേടാൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ ഓം ശം ശനൈശ്ചരായ നമഃ ഈ മന്ത്രം ഉണ്ടല്ലോ നിങ്ങൾ ഭക്തിപൂർവം ജപിക്കുക. കൂടാതെ നിങ്ങളുണ്ടല്ലോ ദിവസേന ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുകയും ഹനുമാൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ മനസ്സിന് സമാധാനവും ആത്മവിശ്വാസവും ഒക്കെ നൽകപ്പെടും. ഇന്നത്തെ അധ്യായം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.